Hey guys, നമ്മൾ ഇന്ന് Asus ROG Phone 6 Proയും Asus ROG Phone 6ൻ്റെയും അൺബോക്സിംഗ് ആൻഡ് കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ചെറിയ ഡിഫറൻസസ് ഉള്ളൂ. അത് ഞാനിവിടെ പറയാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും Asus ROG Phone 6 Pro വൈറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. Asus ROG Phone 6 ബ്ലാക്കിലും വൈറ്റിലും വരുന്നുണ്ട്. സോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് Asus ROG Phone 6ൻ്റെ ബ്ലാക്ക് കളറാണ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റൈലിഷ് ബാക്ക് കവറും കാണാം. അതുപോലെ തന്നെ നമുക്കൊരു 30 വാട്ട് അഡാപ്റ്റർ കാണാൻ പറ്റും. 65 വാട്ട് വരെ സപ്പോർട്ടബിൾ ആണ്. ഇത് 6ഉം 6 Proയിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു ബ്ലാക്ക് ചാർജിങ് കേബിളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിം ഇജക്ടർ ട്രേയും കാണാൻ പറ്റും. ഇനി നമുക്ക് തിരിച്ച് ഫോണിലേക്ക് വരാം. ROG 6ലും ROG 6 Proയിലും നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒന്ന് 50 മെഗാ പിക്സലിൻ്റെ സോണി IMX766 സെൻസറും പിന്നെ ഒരു 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും മാക്രോ ക്യാമറയാണ് വരുന്നത്. ഫോണിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് കാണാം. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും മൈക്രോഫോണും കാണാൻ പറ്റും. പിന്നെ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഇരുവശത്തായിട്ട് നമുക്ക് പ്രോഗ്രാമബിൾ എയർ ട്രിഗർ അൾട്രാസോണിക് ബട്ടൺസും ഉണ്ട്. ഇതാണ് Asus ROG Phone 6ന് വരുന്ന രണ്ട് കളേഴ്സ്. Asus ROG Phone 6ന് 12GB റാമും 256GB ഇന്റർണൽ മെമ്മറിയാണ് വരുന്നത്. പിന്നെ Snapdragon 8+ Gen 1 ചിപ്സെറ്റ് ആണ് അതിൻ്റെ കൂടെ വരുന്നത്. പ്രൊസസ്സർ രണ്ട് ഫോണും സെയിം ആണ്. അതുപോലെ തന്നെ രണ്ട് ഫോണിനും ഫ്രണ്ട് ക്യാമറ വരുന്നത് 13 മെഗാ പിക്സൽ IMX663 സെൻസറാണ്. Asus ROG 6ന് പ്രൈസ് അപ്രോക്സിമേറ്റ്ലി 72,000 ആണ് വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ Asus ROG Phone 6നും Asus ROG Phone 6 Proനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു എക്സ്ട്രാ ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് IPX4 സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ് ഫോണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഇൻബോക്സ് എയറോ കേസ് കാണാൻ പറ്റും. അത് കറക്റ്റ് കട്ടിങ് ആയിട്ടാണ് വരുന്നത്. പിന്നെ 165 ഹെർട്സ് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് 90 ഹെർട്സ് 120 ഹെർട്സ് 144 ഹെർട്സ് 165 ഹെർട്സിലേക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് മാറ്റാൻ പറ്റും. രണ്ട് ഫോണിനും 6.78 ഇഞ്ച് ES Samsung AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 1200 നിറ്റ്സും HDR10+ പ്ലേബാക്ക് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ സ്ക്രീന് വരുന്നത് Corning Gorilla Glass Victus ആണ്. രണ്ടിലും Android 12 ആണ് വരുന്നത്. പിന്നെ നമുക്ക് UI ചൂസ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ROG UI യൂസ് ചെയ്യാം, അല്ലെങ്കിൽ Sen UI യൂസ് ചെയ്യാം. പിന്നെ കമ്പനി പ്രോമിസ് ചെയ്തത് 2 ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 2 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ആണ്. പിന്നെ നമുക്കിവിടെ ആർമറി ക്രേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ഉണ്ട്. അതിൽ തന്നെ 3 മോഡ്സ് ഉണ്ട്. അൾട്രാ ഡ്യൂറബിൾ ഉണ്ട്, അതായത് കൂടുതൽ നേരം ബാറ്ററി നിൽക്കാൻ. പിന്നെ നമുക്ക് ഡൈനാമിക് ഉണ്ട്, അത് നോർമലായിട്ട് യൂസ് ചെയ്യണ പോലെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എക്സ് മോഡ് ഉണ്ട്, അത് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ഹൈ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ കണ്ട ഗെയിം ജീനി നമുക്ക് ഷോർട്ട് കട്ട്സ് ഒക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ട്രിഗർ ഉണ്ട്, പിന്നെ ഗൈറോസ്കോപ്പിക് എയിമിങ്ങും ഇൻബിൽഡ് വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ Asus ROG Phone 6ലും 6 Proയിലും വരുന്ന ഫീച്ചേഴ്സാണ്. സോ ഇനി നമുക്ക് Asus ROG Phone 6 Pro അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് Asus ROG Phone 6 Pro വൈറ്റ് കളറിൽ മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ ബോക്സും അൺബോക്സിങ്ങിൻ്റെ രീതിയും ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ്. ഫീച്ചേഴ്സൊക്കെ നേരത്തെ പറഞ്ഞ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിനും വരുന്നത്. ആകൂടിയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18GB റാമും 512GB ആണ് ഇൻറ്റർണൽ മെമ്മറി വരുന്നത്. പിന്നെ നമുക്ക് 89,999 ആണ് പ്രൈസ് വരിക. പിന്നെ നമുക്ക് P AMOLED ROG Vision ഡിസ്പ്ലേ ആണ് പിന്നിൽ വരുന്നത്. ഇനി ഞാൻ വിട്ടുപോയൊരു കാര്യം ബാറ്ററിയാണ്. നമുക്ക് 6000 mAh ആണ് ബാറ്ററി വരുന്നത്. അത് 2 ഹാഫ്സിൽ മുകളിലും അടിയിലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്, 3000 mAh ആയിട്ട്. സോ രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് റാം, ഇൻറ്റേർണൽ മെമ്മറി, പിന്നെ നമുക്ക് ROG Vision ഡിസ്പ്ലേ, ഇതിൽ 3 മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ROG 6 Proയിലും ഇതേപോലെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാക്ക് കേസ് വരുന്നുണ്ട്. അതും കറക്റ്റ് കട്ടിങ് ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ROG Visionനെ കുറിച്ച് പറയാം. ROG Vision നമുക്കിവിടെ പല ടൈപ്പിൽ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ P AMOLED ROG Vision ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ ഇങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരിക: സ്ക്രീൻ ഓൺ, എക്സ് മോഡ്, ആക്സസറി, ചാർജിങ്, പ്ലേയിങ് ടൈം, ഇൻകമിങ് കോൾ. സോ ഈ ഓരോ സിറ്റുവേഷൻസിനും ഇങ്ങനത്തെ ഓരോ ഡിസ്പ്ലേ ആണ് വരിക. പിന്നെ നമുക്ക് വേരിയസ് പ്രീലോഡഡ് ആനിമേഷൻസും വരുന്നുണ്ട്, അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അൾട്രാസോണിക് ബട്ടൺസിന് 9 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ടാപ്പ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ ഹൊറിസോണ്ടൽ സ്ലൈഡിംഗ് ഉണ്ട്, വെർട്ടിക്കൽ സ്ലൈഡിംഗ് ഉണ്ട്, സ്വൈപ്പ്, ഡുവൽ പാർട്ടീഷൻ, ഡുവൽ കൺട്രോൾ, ഡുവൽ ആക്ഷൻ, പ്രസ് ആൻഡ് ലിഫ്റ്റ്, പിന്നെ ഗൈറോസ്കോപ്പ് എയിമിംഗ്. ഇതൊക്കെ ഈ അൾട്രാസോണിക് ബട്ടൺസിലാണ് നമുക്ക് കൺട്രോൾസ് വരുന്നത്. ഇതൊക്കെ മെയിനായിട്ട് നമുക്ക് ഗെയിമിങ്ങിലാണ് യൂസ്ഫുൾ ആവുക. പിന്നെ നമ്മൾ ROG Phone 6ൽ പറഞ്ഞ പോലെ തന്നെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചാർജിങ് പോർട്ട് ഉണ്ട്. ആ ചാർജ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ആനിമേഷൻ മാറുന്നത് കാണാൻ പറ്റും. പിന്നെ IPX4 സ്പ്ലാഷ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ബോക്സിൻ്റെ കൂടെ Aero ആക്റ്റീവ് കൂളർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. അത് നമുക്ക് ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Aero ആക്റ്റീവ് ഗെയിം കൂളർ 6 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഗെയിം കൂളറിൻ്റെ ഉള്ളിൽ ഇതൊക്കെയാണ് വരുന്നത്: തെർമലി കണ്ടക്റ്റീവ് പാഡ് ഉണ്ട്, കോപ്പർ പ്ലേറ്റ് ഉണ്ട്,
തെർമോ ഇലക്ട്രിക് കൂളിംഗ് ചിപ്പ് സെൻറ്ററിലുണ്ട്. പിന്നെ നമുക്ക് കൂളിംഗ് ഫിൻസ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഫാൻ ഉണ്ട്, പിന്നെ ഹ്യൂമിഡിറ്റി സെൻസറും ഉണ്ട്. ഈ എയറോ ആക്റ്റീവ് കൂളർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പാറ്റബിൾ ആയിട്ടുള്ള നമുക്കൊരു എയറോ കേസ് വരുന്നുണ്ട്. അത് കേസ് എന്ന് പറയാൻ പറ്റില്ല, ഫുള്ള് ഓപ്പൺഡ് ആണ്. പിന്നെ നമുക്ക് ഈ ROG Phone 6 തന്നെ ഒരു എയറോ കേസ് വരുന്നുണ്ട്. ആ എയറോ കേസിൽ നമുക്ക് കറക്റ്റ് കട്ടിങ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ROG Phone 6 ഗ്ലാസ് പ്രൊട്ടക്ടർ വരുന്നുണ്ട്. അതും ഇതേപോലെ പെർഫെക്റ്റ് ഫ്രണ്ടിലൊക്കെ കട്ടിങ് കൊടുത്തിട്ടുള്ള ഒരു ഷേപ്പിലാണ് വരുന്നത്. ഈ എയറോ ആക്റ്റീവ് കൂളറിൻ്റെ മുകളിൽ നമുക്ക് 4 ഫിസിക്കൽ ബട്ടൺസ് വരുന്നുണ്ട്. അതും നമുക്ക് ഗെയിം കളിക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതൊക്കെയാണ് ആക്സറീസ് വരുന്നത്. എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത് കുനായ് ഗെയിം പാഡ് വരുന്നുണ്ട്. പിന്നെ ട്രൂ വയർലെസ് പ്രോ ഇയർബഡ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഹെഡ്സെറ്റും വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് Asus ROG Phone 6 Proയും അതിൻ്റെ ആക്സറീസിനെ കുറിച്ച് പറയാനുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.